എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1701 ആണ്ട് കുംഭമാസം 23 തീയതിയാണ്, ശനിയാഴ്ചയാണ്. 7/3/2026. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് വിശ്രമമൊക്കെ ഉള്ള ദിവസമാണ്. ക്ഷേത്ര ദർശനത്തിനൊക്കെ മിക്കവാറും കൂറുകൾക്ക് സാധ്യതയുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസം മിക്ക കൂറുകാർക്കും നല്ല അനുഭവങ്ങളാണ് കാണുന്നത്. ഏതായാലും നമുക്ക് അതുപോലെ നമ്മുടെ മേടക്കൂറുകാരുടെ തന്നെ ആദ്യം നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം യാത്ര അനിവാര്യമായി വന്നേക്കാം. പ്രയോജനപ്രദമായ യാത്രയായിരിക്കും. പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുവാനുള്ള എഗ്രിമെൻ്റൊക്കെ ഒപ്പിടാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. പുതിയ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ ഒരുങ്ങുന്ന ദിവസമാണ്. എന്നാൽ തിരക്കേറിയ ദിവസമായതുകൊണ്ട് ഔഷധ സേവ, ഭക്ഷണം ഇതൊക്കെ ഉപേക്ഷിക്കുന്ന മൂലം ചില ക്ലേശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. 7.5 ശനിക്കാലമായതുകൊണ്ട് ഒരു പ്രാവശ്യം പോകേണ്ടിടത്ത് 9 പ്രാവശ്യം പോയി കാര്യം നടത്തേണ്ട ഒരു അവസരമുണ്ട്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോട് ശ്രദ്ധയോടുകൂടി വീഴ്ച വരാതെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പ്രതീക്ഷിക്കാത്ത സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും അതേപോലെ സാഹചര്യങ്ങൾ വളരെ അനുകൂലമായി വരുവാനുമൊക്കെ സാധ്യതയുണ്ട്. ഉറ്റ ബന്ധുക്കൾക്ക് ചില പ്രശ്നങ്ങൾ വരുന്നത് മൂലം ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകുവാനും സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല അനുകൂലമായ ദിവസമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കുമെല്ലാം ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായിരിക്കുകയില്ല. പല കാര്യങ്ങളും വാക്കുകൾ കൊണ്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും വാക്കുകൾ മൂലം ചില കലഹങ്ങൾ ഉണ്ടാവുകയും ചില നിർദ്ദേശങ്ങൾ, വാണിങ്ങുകളൊക്കെ ലഭിക്കുകയൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തികം, കാലരോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും. കമിതാക്കൾക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദിവസമാണ്. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ നേരിടുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. സാങ്കേതിക വിദ്യകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കായികമായ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. പ്രതീക്ഷിച്ചിരിക്കാത്ത ചില ലാഭങ്ങളോ അല്ലെങ്കിൽ പ്രോജക്റ്റുകളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ദൂരദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറുകാർക്ക് 10ൽ കണ്ടക ശനിയായതുകൊണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വരുന്നതായി കാണുന്നുവെങ്കിലും മുട്ടുവേദന അനുഭവിക്കുന്നവർക്ക് അത് ഇന്നത്തെ ദിവസം അധികരിക്കാൻ സാധ്യതയുണ്ട്. നടുവേദന അനുഭവിക്കുന്നവർക്കും അത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ ചികിത്സ തേടേണ്ടതായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും അതേപോലെ സന്താനങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി മെച്ചപ്പെട്ട മേഖലയിൽ എത്തിച്ചേരാനായി പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ബന്ധുസമാഗമം കൊണ്ട് സന്തോഷവും മനസ്സമാധാനവും ലഭിക്കുന്ന ദിവസമായിരിക്കും. മാതാപിതാക്കളുമായി കലഹിക്കുവാനും അതുമൂലം ഒരുപാട് മനപ്രയാസം അനുഭവിക്കുവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കുക. എപ്പോഴും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. വീട്ടമ്മമാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹപ്രദമായ ദിവസമായിരിക്കും. ചില ആപത്തുകൾ കണ്ണിന് നേരെ വരികയും മാറിപ്പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ആളുകൾക്ക് വലിയ ഉയർച്ചയും അംഗീകാരമൊക്കെ ലഭിക്കുന്നതുകൊണ്ട് സന്തോഷം വരുന്ന ദിവസമായിരിക്കും ഇന്ന്. വിട്ടുവീഴ്ചകളില്ലാതെ പെരുമാറുന്നത് കൊണ്ട് ചില വിരോധത്തിനൊക്കെ പാത്രീഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. റിട്ടയർ ചെയ്ത ജീവിതം അനുഭവിക്കുന്നവർക്ക് വളരെയധികം സന്തോഷപ്രദമായ, സമാധാനപ്രദമായ ഒരു മേഖല തെളിഞ്ഞു വരുന്നതാണ്. ഒരു കൂട്ടായ്മയിലൂടെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്കും മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. അതുപോലെ മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം
അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും. ധാരാളം കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട്. വളരെ തിരക്കേറിയ ദിവസമായിരിക്കും. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം നടത്തുന്നവർക്ക്, അതുപോലെ വസ്ത്ര വ്യാപാരം നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും പുതിയ അംഗീകാരങ്ങൾ ലഭിക്കുവാനും സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരിൽ നിന്ന് ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം യാത്ര ഒഴിവാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. അഷ്ടമശനി കാലമായതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ചില അസുഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഔഷധ സേവ നടത്തുന്നവർ തീർച്ചയായും അതിൽ ശ്രദ്ധിക്കുക. ഉറക്കം അത്യാവശ്യമായൊരു ഘടകമാണ്. ഉറക്കമില്ലായ്ക മൂലം സ്ട്രോക്ക് വരെ വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല, അത്തം, ചിത്തിരയര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ വസ്തുക്കൾ വാങ്ങുവാനോ വിൽക്കാനിട്ടിരിക്കുന്ന വസ്തു വിൽക്കുവാനുള്ള അവസരം തെളിഞ്ഞു വരികയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാൻ സാധിക്കും. മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. പങ്കാളികളുടെ സഹായം മൂലം അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളുടെ പ്രവേശനം മൂലം മനസ്സിന് സമാധാനം ലഭിക്കാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ ഒക്കെ നേരിടേണ്ടതായി കാണുന്നു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കേണ്ടതായി കാണുന്നു. ചില നഷ്ടങ്ങളോ ധനനഷ്ടമോ മാനനഷ്ടമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയും ഈശ്വര പ്രാർത്ഥനയോടും കൂടി മുമ്പോട്ട് പോവുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില സംഭവങ്ങൾ, ആനുകൂല്യങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉന്നത കുലത്തിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ രാജകീയമായ പദവിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് ചില വിമർശനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചർച്ചാ വിഷയമാവുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മാറ്റം വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. രാജപദവിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക്, രാജകുലത്തിൽ ജനിച്ചവർക്കൊക്കെ ആരോഗ്യപരമായ വെല്ലുവിളികളും അതേപോലെ സാമൂഹികമായ ചില വെല്ലുവിളികളും ഒക്കെ നേരിടേണ്ടതായി കാണുന്നു. പ്രാർത്ഥനയിൽ മുഴുകുക. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരുന്നതാണ്. പങ്കാളിയുമായി കലഹിക്കാതെ ഇരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസം ലഭിക്കുന്ന, പല വാർത്തകളും ലഭിക്കുന്ന ദിവസമാണ്. നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്ക് ശമനം ലഭിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ചികിത്സാ രീതികൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പോകുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ അശ്രദ്ധയുള്ളവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാത്ത പക്ഷം ഔദ്യോഗിക മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് വിമർശനങ്ങൾ പാത്രീഭവിക്കുവാനും അതുപോലെ ജോലിയെ തന്നെ അത് ബാധിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉചിതമായ അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായ മെച്ചം ലഭിക്കുന്ന ദിവസമാണ്. സ്ഥിരത ഉറപ്പെടുത്തുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. പങ്കാളിക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വളരെ മാറ്റങ്ങൾ പങ്കാളിക്ക് വരുന്നത് കണ്ട് മനസ്സമാധാനം ഉണ്ടാകുവാനും സന്താനങ്ങൾക്ക് അനുഭൂതി ഉണ്ടാകുകയും ചെയ്യുന്ന ദിവസമാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷം വരുന്ന ഒരു ദിവസമായിരിക്കും. രാജകീയമായ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ ചില പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഇന്നത്തെ ദിവസം വെല്ലുവിളിയുടെ ദിവസമാണ്. മത്സരങ്ങളുടെ ഇടയിൽ ഉച്ചയ്ക്ക് ശേഷം നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. വാഹനം ഓടിക്കുന്നവർക്ക് വളരെയധികം
വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ഇന്നത്തെ ദിവസം സ്വയം വാഹനം ഓടിച്ചുള്ള യാത്ര ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ആത്മസംയമനത്തോടുകൂടി മുൻപോട്ട് പോവുക. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ തർക്കിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കുന്നതായിട്ട് കാണുന്നു. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഗുരുജനങ്ങളെ വന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ്. ഗുരുജനങ്ങളെ പ്രത്യേകമായി കണ്ട് സമ്മാനങ്ങൾ കൊടുക്കുകയോ അനുഗ്രഹങ്ങൾ വാങ്ങുകയോ ചെയ്യുന്നതും കൂടി ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മെച്ചപ്പെട്ട ഒരനുഭവം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. സന്താനങ്ങളുടെ സ്വഭാവ ദൂഷ്യത്തിൽ മനക്ലേശമുണ്ടാകുവാനും അവർക്ക് വേണ്ടി ചികിത്സ വരെ ഏർപ്പെടുത്തേണ്ടതായുമൊക്കെ കാണുന്നു. സന്താനങ്ങളുടെ വഴിവിട്ടുള്ള ജീവിതം മൂലമോ അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമോ ഒക്കെ മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഭീഷണിയുള്ള ഒരു ദിവസമായിരിക്കും ഇത്. വിദേശത്ത് ജോലി ചെയ്യുന്ന പങ്കാളിക്കും ഭീഷണിയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. അതുപോലെ വൃഥാ വിഷമിക്കുന്നവർക്ക് ഇന്ന് വിഷമം അധികരിക്കുന്ന ദിവസമാണ്. ഏതായാലും ഈശ്വരാധീനം വളരെയുള്ള ഒരു ദിവസമാണ് എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ലഘൂകരിക്കുവാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വളരെ രാജോചിതമായ സമ്മാനങ്ങൾ ലഭിക്കുവാനും അവരുടെ അഭിവൃദ്ധി കണ്ട് സന്തോഷിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ മേഖലയിലേക്ക്, സാമ്പത്തിക നേട്ടം വരുന്ന മേഖലയിലേക്ക് ഒരു എൻട്രി ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പുതിയ പുതിയ സന്ദേശങ്ങൾ ലഭിക്കുവാനും വളരെ ആരോഗ്യപ്രദമായ ചില നിർദ്ദേശങ്ങൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരം കൂടാതെ വളരെയധികം അനായാസേന മുൻപോട്ട് പോകുവാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക്, മറ്റ് അധികാരങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, മിലിറ്ററി ഉദ്യോഗസ്ഥർക്കൊക്കെ കുറച്ച് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷയുള്ള ദിവസമായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തീരുവാനായി സാധ്യതയുണ്ട്. ചില വാർത്തകൾ മനസ്സിനെ തളർത്തുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മനസ്സിന് ബലം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അപ്രകാരമല്ല എന്ന് നമുക്ക് അനുകൂലമായി വരുമെന്ന് മനസ്സിലാക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ദൂരയാത്രയും ഉല്ലാസയാത്രയും ഒക്കെ പോകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ജോലിഭാരം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ജോലിഭാരം കുറയ്ക്കുവാനുമൊക്കെ ഉള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പുതിയ മേഖലയിലേക്ക് പ്രവർത്തിക്കുവാനും പുതിയ പഠനം ആരംഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ഏതായാലും സ്വന്തം തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. അശ്രദ്ധ കാണിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കുക. ഏഴര ശനിക്കാലമായതുകൊണ്ട് ഈശ്വര ഭജനം തീർച്ചയായും വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.